കിഡ്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം. AKSTU ജനയുഗം സഹപാഠി അറിവുത്സവം കിസിൻ്റെ 2024 സബ് ജില്ലാതലം സെപ്റ്റംബർ 28, അതായത് നാളെ നടക്കുകയാണല്ലോ. അതിനായി നമുക്ക് കുറച്ച് പൊതുവായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. 2024 സെപ്റ്റംബറിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഭൂമിയിൽ തിരിച്ചെത്തിയ ബോയിങ്ങിന്റെ പേടകം സ്റ്റാർ ലൈനർ. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റ് മോഹന സിംഗ്. ഏഷ്യയിലെ ആദ്യ കാർബൺ നെഗറ്റീവ് ദേശീയോദ്യാനമാകുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ദേശീയോദ്യാനമാകുന്ന ദേശീയോദ്യാനം ഏതാണ്? ഇരവികുളം ദേശീയോദ്യാനം. മഹാരാഷ്ട്രയിലെ ഇത്യാരി റെയിൽവേ സ്റ്റേഷൻ ആരുടെ പേരിലാണ് പുനർനാമകരണം ചെയ്തിരിക്കുന്നത്? സുഭാഷ് ചന്ദ്രബോസിന്റെ. മഹാകവി കുമാരനാശാന്റെ അന്ത്യയാത്രയിലേക്ക് വെളിച്ചം വീശുന്ന മഹാകവിയുടെ അന്ത്യയാത്ര എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഇടശ്ശേരി രവി. 2024 ഒക്ടോബറിൽ പുറത്തിറങ്ങുന്ന വിറ്റ്നസ് ഏത് കായിക താരത്തിന്റെ ആത്മകഥയാണ്? സാക്ഷി മാലിക്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ വനിതകളുടെ ബാഡ്മിന്റൺ SU-5 വിഭാഗത്തിൽ വെള്ളി മെഡൽ കരസ്ഥമാക്കിയ ഇന്ത്യൻ താരം തുളസിമതി മുരുകേശൻ. ഉന്നത പഠന മേഖലയും തൊഴിലും തിരഞ്ഞെടുക്കാൻ കുട്ടികൾക്ക് വേണ്ടി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കുന്ന പദ്ധതി സ്റ്റാർ ലീപ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. MT വാസുദേവൻ നായർക്കുള്ള ആദരസൂചകമായി അദ്ദേഹത്തിന്റെ കൃതികളെ ആസ്പദമാക്കി തയ്യാറാക്കിയ ലൈറ്റ് ആൻഡ് സൗണ്ട് നാടകം തുടർച്ച. ഇന്ത്യയിലെ ഏതു നഗരത്തിലാണ് ഗൂഗിളിന്റെ AI ലാബ് നിലവിൽ വരുന്നത്? ചെന്നൈ. ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ ഭാഗ്യക്കുറി അവതരിപ്പിച്ച സംസ്ഥാനം മേഘാലയ. പേര് EasyWin. തദ്ദേശ സ്ഥാപനങ്ങളുടെ വാർഡ് വിഭജനത്തിന് വാർഡ് മാപ്പിംഗ് നടത്താൻ ഇൻഫർമേഷൻ കേരള മിഷൻ തയ്യാറാക്കിയ ആപ്ലിക്കേഷൻ ക്യൂഫീൽഡ്. കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ് എന്ന പദ്ധതി പഠിക്കാൻ നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷൻ രാംനാഥ് കോവിന്ദ്. 2024 ഏഷ്യൻ ചാമ്പ്യൻസ് ട്രോഫി ഹോക്കി കിരീടം നേടിയ രാജ്യം ഇന്ത്യ. സംസ്ഥാനത്തെ അതിഥി തൊഴിലാളികൾക്ക് യുണീക്ക് നമ്പർ രജിസ്ട്രേഷൻ പോർട്ടലും മൊബൈൽ ആപ്പും സജ്ജീകരിക്കുന്ന സംസ്ഥാനം കേരളം. 2024 പാരീസ് പാരാലിമ്പിക്സിൽ പുരുഷന്മാരുടെ ഹൈ ജംപ് T47 വിഭാഗത്തിൽ വെള്ളി മെഡൽ സ്വന്തമാക്കിയ ഇന്ത്യൻ താരം നിഷാദ് കുമാർ. 76ാമത് Emmy പുരസ്കാര ചടങ്ങിൽ മികച്ച ഡ്രാമ സീരീസായി തിരഞ്ഞെടുത്തത് ഷോഗൻ. പ്രഥമ കേരള ക്രിക്കറ്റ് ലീഗിന് വേദിയാകുന്നത് എവിടെ? തിരുവനന്തപുരം. ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇന്ത്യ, ചൈന, റഷ്യ തുടങ്ങി 35 രാജ്യങ്ങളിൽ നിന്നുള്ളവർക്ക് സൗജന്യ വിസ അനുവദിക്കാൻ തീരുമാനിച്ച രാജ്യം ശ്രീലങ്ക. അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം സെപ്റ്റംബർ 8. കേരളത്തിലെ ആദ്യത്തെ വാട്ടർ സ്ട്രീറ്റ് ടൂറിസം പദ്ധതി ആരംഭിച്ച സ്ഥലം മറവൻ തുരുത്ത്. അത്ലറ്റിക്സിൽ ഒരു പാരാലിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ വനിത പ്രീതി പാൽ.
ഒരു ഒളിമ്പിക്സിൽ 2 മെഡൽ നേടുന്ന ആദ്യ ഇന്ത്യൻ താരം. മനു ഭാക്കർ. ആദിവാസി കുട്ടികൾക്ക് ബദൽ വിദ്യാഭ്യാസം നൽകുന്നതിനായി വയനാട്ടിലെ ചീക്കോട് സ്ഥാപിച്ച ഗുരുകുല ആശ്രമം. കനവ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ സ്വർണ്ണ മെഡൽ നേടിയ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ഹർവീന്ദർ സിംഗ്. 2024 കേന്ദ്ര ക്രിമിനൽ നിയമം ഭേദഗതി ചെയ്ത് ബിൽ പാസാക്കുന്ന ആദ്യ സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ബഹിരാകാശത്തിന്റെ അതിരായ കാർമൻ രേഖ കടന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വനിത എന്ന നേട്ടം സ്വന്തമാക്കി 21 വയസ്സുകാരി കാർസൺ കിച്ചൻ. വയനാട്ടിലെ കാട്ടുനായ്ക്ക ആദിവാസി വിഭാഗത്തിന്റെ അനുഷ്ഠാനങ്ങളെ പശ്ചാത്തലമാക്കി നിർമ്മിച്ച സിനിമ ഖുഡ. വംശനാശ ഭീഷണി നേരിടുന്ന 100 കണക്കിന് തവളകളെ സംരക്ഷിക്കാൻ തീരുമാനിച്ച രാജ്യം ഓസ്ട്രേലിയ. കർഷകരെ സഹായിക്കാൻ കൃഷി സ്ഥലങ്ങളിൽ ഏർപ്പെടുത്തുന്ന കുടുംബശ്രീയുടെ ഡ്രോൺ സംവിധാനത്തിന്റെ പേര് ഡ്രോൺ ശ്രീ. കേരളത്തിലെ ആദ്യത്തെ എഡ്യൂക്കേഷൻ ഹബ് നിലവിൽ വരുന്നത് പിണറായി, കണ്ണൂർ. കർഷകരെ ബോധവൽക്കരിക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൻ കി ബാത്തിന്റെ മാതൃകയിൽ ആരംഭിക്കുന്ന പ്രതിമാസ പരിപാടി കിസാൻ കി ബാത്ത്. വളർത്തുമൃഗങ്ങൾക്കുള്ള അടിയന്തര ചികിത്സാ സൗകര്യങ്ങൾ വീട്ടുപടിക്കൽ എത്തിക്കുന്നതിനുള്ള പദ്ധതി മൊബൈൽ വെറ്റിനറി യൂണിറ്റ്. അതിൽ വിളിക്കേണ്ട ടോൾ ഫ്രീ നമ്പർ 1962. PT ഉഷ 400 മീറ്റർ ഹഡിൽസിൽ സ്ഥാപിച്ച 39 വർഷത്തെ റെക്കോർഡ് തിരുത്തിയത് ആരാണ്? വിദ്യ രാംരാജ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ എയ്റോ ലോഞ്ച് നിലവിൽ വന്നത് എവിടെയാണ്? കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളം. സുപ്രീം കോടതിയുടെ പുതിയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി. അടുത്തിടെ ലോകത്തിലെ ഏറ്റവും വലിയ 2ാമത്തെ വജ്രം ഖനനം ചെയ്തത് ബോട്സ്വാന. ചൊവ്വാഗ്രഹത്തിൽ സമുദ്രങ്ങൾ രൂപപ്പെടുവാൻ കാരണമായ ഭൂഗർഭജലത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയത് നാസ. മണ്ണിന്റെ കനവും പ്രദേശത്തിന്റെ നിരപ്പും കണക്കിലെടുത്ത് അവിടെ എത്ര മഴ പെയ്താൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാമെന്ന് കണക്കാക്കുന്നതിനായി കേരള സർവകലാശാല രൂപം നൽകിയ മൊബൈൽ ആപ്പ് സ്ലിപ്പ് കെ. ജോർദാനിൽ നടന്ന ലോക അണ്ടർ 17 ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യക്കായി വെങ്കല മെഡൽ നേടിയ ഗുസ്തി താരം സായിനാഥ്. 2024 സെപ്റ്റംബറിൽ അന്തരിച്ച നോവലിസ്റ്റ്, നാടകകൃത്ത്, സാംസ്കാരിക പ്രവർത്തകൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി KJ ബേബി. ഇദ്ദേഹം കനവ് ബേബി എന്നും അറിയപ്പെടുന്നു. പുതിയ വീഡിയോകൾക്കായി കിഡ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.